ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർസം BSc കെമിസ്ട്രിയുടെ PYQs ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർത്ത് സെമസ്റ്ററിൻ്റെ എല്ലാ മൊഡ്യൂൾസിൻ്റെയും PYQ ഡിസ്കഷനായിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് പ്രെപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പിൻ്റെ ഫ്രീ ട്രയൽസ് അവൈലബിൾ ആയിരിക്കും. സോ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, വീഡിയോസ് വാച്ച് ചെയ്യുക. ഹായ് ഓൾ, അരോമാറ്റിസിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോ കാർഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഹക്കൽസ് റൂൾ. 2 ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, 22ലും 24ലും സെയിം ചോദിച്ചിട്ടുണ്ട്. ഹക്കൽ റൂൾസ് ഓഫ് അരോമാറ്റിസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വിത്ത് എക്സാമ്പിൾ. സോ നമുക്ക് നോക്കാം എന്താണ് ഹക്കൽ റൂള്. നമ്മൾ അരോമാറ്റിക് സിസ്റ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റൂളാണ് ഹക്കൽസ് റൂൾ വരുന്നത്. സോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഹക്കൽസ് റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് എ പ്ലാനാർ സൈക്ലിക് കോൺജുഗേറ്റഡ് പോളിയീൻ വിൽ ബി അരോമാറ്റിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് it contain continuous pi electron cloud encompassing the ring atoms and containing 4n+2 pi electrons where n is the integer. സോ അവിടെ നമുക്ക് മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട കണ്ടീഷൻസ് എന്താണ്? പ്ലാനാറായിട്ടുള്ളൊരു മോളിക്യൂളായിരിക്കണം, സൈക്കിളായിട്ടുള്ള മോളിക്യൂളായിരിക്കണം, അതുപോലെ എന്താണ്, കോൺജുഗേറ്റഡ് പോളിയീൻ ആയിരിക്കണം. അവിടുത്തെ പൈ ഇലക്ട്രോൺസിൻ്റെ നമ്പർ എങ്ങനെയാണ്? 4n+2 പൈ ഇലക്ട്രോൺസ് വേണം. സോ അവിടെ n നമ്പർ മാറുന്നതനുസരിച്ച് 4n+2 ഇലക്ട്രോൺസ് മാറും. സോ അവിടെ എന്നിൻ്റെ വാല്യൂ നമുക്ക് 0, 1, 2, 3, 4 അങ്ങനെ പോകാം. സോ അവിടെ 4n+2 എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് 4n+2 ഇലക്ട്രോൺസ് എങ്ങനെയാണ് വേണ്ടത്? 2, 6, 10, 14, 18 അങ്ങനെ പോകുന്ന പോളിയീൻസൊക്കെ അരോമാറ്റിക് ആയിരിക്കും എന്നാണ് നമ്മുടെ ഹക്കൽസ് റൂൾ പറയുന്നത്. സോ ഈ ഹക്കൽസ് റൂളിൻ്റെ ബേസിലാണ് നമ്മൾ അരോമാറ്റിക്, ആൻറ്റി അരോമാറ്റിക്, നോൺ അരോമാറ്റിക് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ട ഒരു കൺസെപ്റ്റ് എന്താണ്? അവിടുത്തെ പ്ലാനാർ ആയിരിക്കണം മോളിക്യൂൾ, അതുപോലെ തന്നെ സൈക്ലിക് ആയിരിക്കണം. ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കണം? sp2. കാർബണിൻ്റെ കേസിൽ sp2 ആകുമ്പോഴെന്താണ് അവിടെ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടായിരിക്കും. സോ അവിടെ പൈ ബോണ്ട് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ബെൻസീൻ്റെ കേസ് നോക്കാം. ബെൻസീൻ്റെ കേസിൽ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, ബെൻസീൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയല്ലേ? സോ ഇവിടെ 6 കാർബൺസ് ഉണ്ട്. അവിടെ 6 കാർബണിൽ ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ കണ്ടീഷൻസ്, ഹക്കൽസ് റൂളിൻ്റെ കണ്ടീഷൻസ് നോക്കാം. ആദ്യം സൈക്ലിക് അല്ലേ? ബെൻസീൻ സൈക്ലിക് ആണ്. അതുപോലെ തന്നെ എന്താണ്? പ്ലാനാറാണ് മോളിക്യൂൾ, പ്ലാനാറാണ്. ഇനി എന്താണ്? കോൺജുഗേറ്റഡ് അല്ലേ? കോൺജുഗേറ്റഡ് ആണ്, അതായത് എന്താണ്? ഓൾട്ടർനേറ്റ് ഡബിൾ ബോൺസ് ആണുള്ളത്. സോ ഇവിടെ കോൺജുഗേറ്റഡ് ആകുമ്പോൾ എന്താണ്? ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള ഒരു അടുത്ത കാർബണിലാണ് ഇങ്ങനെ ഒന്നിടവിട്ടുള്ള കാർബണിലാണ് നമുക്ക് ഡബിൾ ബോണ്ട്സ് ജനറേറ്റ് ചെയ്യുന്നത്. സോ കോൺജുഗേറ്റഡ് ആണ്. ഇനി ഇവിടുത്തെ പൈ ഇലക്ട്രോൺസ് നോക്കാം. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? 2 പൈ ഇലക്ട്രോൺസ് ആണ്. അതുപോലെ ഇവിടെയും 2 ഇലക്ട്രോൺസ് ആണ്, ഇവിടെയും 2 ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയായി? 6 പൈ ഇലക്ട്രോൺസ് നമുക്ക് ബെൻസീനിൽ വരുന്നുണ്ട്, C6H6ൽ. ഓക്കെ, സോ അവിടെ 4n നമുക്ക് ഇനി 4n+2 5 ഇലക്ട്രോൺസ് അല്ലേ നമുക്ക് നോക്കേണ്ടത്? 4n+2 പൈ ഇലക്ട്രോൺസ് ആണ് നമുക്ക് ഹക്കൽസ് റൂൾ വരുന്നത്. സോ ഇവിടെ എന്നിൻ്റെ വാല്യൂ 1 കൊടുത്ത് നോക്കൂ. എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ ഇവിടെ 4+2 6 പൈ ഇലക്ട്രോൺസ് എന്ന് കിട്ടിയില്ലേ? സോ നമുക്കിവിടെ അരോമാറ്റിക് സിസ്റ്റം ആണെന്ന് നമുക്ക് ബെൻസീൻ പറയാൻ പറ്റും. സോ നമ്മുടെ ഹക്കൽസ് റൂളിൻ്റെ എല്ലാ കണ്ടീഷൻസും ബെൻസീൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്? ഇതൊരു അരോമാറ്റിക് സിസ്റ്റമാണ്. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ വിത്ത് എക്സാമ്പിളും ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഹക്കൽസ് റൂൾ സ്റ്റേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇതിനൊരു പെർട്ടിക്കുലർ എക്സാമ്പിളും വെച്ചാൽ നമുക്ക് കറക്റ്റ് ആൻസറായി. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എക്സ്പ്ലെയിൻ ദ അരോമാറ്റിസിറ്റി ഓഫ് ഫ്യൂരാൻ. സോ ഫ്യൂരാൻ്റെ സ്ട്രക്ചറും അതെങ്ങനെയാണ്, അത് എന്ത് ടൈപ്പ് അരോമാറ്റിസിറ്റിയാണ് കാണിക്കുന്നതെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ഫ്യൂരാൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. 5 മെമ്പേർഡ് റിംഗ് ആണ്. അവിടെ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓക്സിജൻ്റെ അടുത്തുണ്ടായിരിക്കും. സോ അവിടെ നോക്കൂ, ഇവിടെ എല്ലാ മോളിക്യൂൾസിലും, ഈ മോളിക്യൂളിലെ എല്ലാ സെൻറ്ററും, അതായത് കാർബണും ഓക്സിജനും ഇവിടെ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലായിരിക്കും. ഇവിടെ ബാക്കി എന്താണുള്ളത്? ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. ഓരോ കാർബണിൻ്റെ അടുത്തും ഓരോ ഹൈഡ്രജൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ആ രീതിയിൽ ഇവിടെ 3 സിഗ്മ ബോണ്ടും ഉണ്ടായിരിക്കും, ഒരു പൈ ബോണ്ടും ഉണ്ടായിരിക്കും. സോ ഈ സിഗ്മ ബോണ്ട്, ഈ കാർബൺ സെൻറ്ററിൽ നമ്മളുടെ സെൻറ്റർ വരുന്നത് ഇവിടെ ഈ കാർബൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ആ കാർബണിൽ 3
സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഒരു പി ഓർബിറ്റലും ഉണ്ടായിരിക്കും. സോ ആ പി ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്യാത്ത ഓർബിറ്റലാണ്. ആ ഓർബിറ്റലാണ് ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഈ പി ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ആവാത്ത ഓർബിറ്റൽസ് ആണ്. സോ ഈ 4 കാർബണില്ലേ, ഇവിടെ കാർബണാണ്, ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കാർബണാണ്. ഓക്കെ, 4 കാർബൺ ഉണ്ട്. ഇവിടെ മാത്രം എന്താണ്, ഓക്സിജനാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സോ ആ ഓക്സിജൻ്റെയും sp2 ഹൈബ്രിഡൈസേഷൻ തന്നെയാണ്. ഇവിടെ 2 സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു പി ഓർബിറ്റൽ, അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പി ഓർബിറ്റലുണ്ട്. പിന്നെ ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുണ്ട്. സോ നമ്മളുടെ അടുത്ത് എന്താണ്, 2 ലോൺ പെയേഴ്സ് ഉണ്ട്. 2 ലോൺ പെയേഴ്സ് പറഞ്ഞാൽ ടോട്ടൽ 4 ഇലക്ട്രോൺസ്. സോ അതിൽ 2 ലോൺ പെയറിൽ 2 ഇലക്ട്രോൺസ്, ഒരു ലോൺ പെയർ ഇവിടെ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും ആയിരിക്കും. ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഒരു ലോൺ പെയർ അവിടുത്തെ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പി ഓർബിറ്റലും ആയിരിക്കും ഉണ്ടാവുക. സോ ഇതെന്താണ്, പി ആണ്. ഇതെന്താണ്, sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ്. സോ ഇവിടുത്തെ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എന്താണ്, ഈ പി ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും നമ്മളുടെ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെയും ഒരു ഇലക്ട്രോൺസ് ഉണ്ട്, ഒരു ഇലക്ട്രോൺ ആയിട്ട് അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിൽ. കാർബണിൻ്റെ കേസിൽ ഓരോ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിലും ഒരു ഇലക്ട്രോൺസ് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ ഓക്സിജൻ്റെ കേസിൽ പി ഓർബിറ്റിൽ എന്താണ്, 2 ഇലക്ട്രോൺസ് ആ ലോൺ പെയർ ഓക്യുപ്പൈ ചെയ്യുന്നത് നമ്മുടെ പി ഓർബിറ്റലാണ്. സോ ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് ചെയ്യുമ്പോൾ എന്താണ്, കാർബണിൻ്റെ കേസിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. പിന്നെ ഓക്സിജൻ്റെ കേസിൽ എന്താണ്, 2 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ടോട്ടൽ എത്രയായി, ടോട്ടൽ 6 പൈ ഇലക്ട്രോൺസ് ആയി. സോ ഇവിടുത്തെ ഡീലോക്കലൈസേഷനിൽ എത്രയുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, 6 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇതെന്താണ്, 4n+2 പൈ ഇലക്ട്രോൺ ക്ലൗഡ് അല്ലേ. സോ ഇതെന്താണ്, അരോമാറ്റിക് ആണ്. ഓക്കെ, അവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു ഇലക്ട്രോൺ പെയറും കൂടി ഉണ്ട്. ടോട്ടലി നമ്മുടെ ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യുമ്പോൾ എന്താണ്, 8 ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എത്രയാണ്, 6 ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്യൂറാൻ നമ്മളുടെ അരോമാറ്റിക് സിസ്റ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ക്ലിയർ അല്ലേ? സോ നമ്മളുടെ ഫ്യൂറാൻ ഹക്കൽസ് റൂൾ ഒബേ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ഫ്യൂറാൻ്റെ കേസിൽ എന്താണ്, അത് സൈക്ലിക് ആയിട്ടുള്ളൊരു സിസ്റ്റം അല്ലേ. അതുപോലെ തന്നെ പ്ലാനാർ ആണ്. എല്ലാ സെൻറ്ററും, അതായത് എല്ലാ കാർബണും ഓക്സിജനും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതുകൊണ്ട് എന്താണ്, അത് പ്ലാനാർ അറേഞ്ച്മെൻ്റ് ആണ് പോസിബിൾ ആവുക. പിന്നെന്താണ്, കോൺജുഗേറ്റഡ് ആണ്. കോൺജുഗേറ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. എല്ലാ ആറ്റംസിലും അവിടെ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ട്. സോ അതിന് ലാറ്ററൽ ഓവർലാപ്പ് ഈസി ആയിട്ട് പോസിബിൾ ആവും. സോ പൈ ഇലക്ട്രോൺസിന് ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്. സോ അവിടെ ടോട്ടൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, അത് 4n+2 പൈ ഇലക്ട്രോൺ ക്ലൗഡാണ്. അവിടെ n നമ്പർ 1 ആണ്. സോ അങ്ങനത്തെ നമ്മുടെ ഹക്കൽസ് റൂളിൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഫ്യൂറാൻ ഒബേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫ്യൂറാൻ അരോമാറ്റിക് സിസ്റ്റമാണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് അസൂലിൻ, കമ്പയർ ദ അരോമാറ്റിസിറ്റി ഓഫ് അസൂലിൻ ആൻഡ് നാഫ്തലിൻ. സോ നമ്മളോട് ഇവിടെ അസൂലിൻ്റെയും നാഫ്തലിൻ്റെയും അരോമാറ്റിസിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 2 ഇയറിലും സെയിം ക്വസ്റ്റ്യൻ, സെയിം കൺസെപ്റ്റ് തന്നെ ചോദിച്ചിട്ടുണ്ട്. അരോമാറ്റിസിറ്റി കൺസെപ്റ്റ് തന്നെയാണ്. സോ നമുക്കിവിടെ ഹക്കൽസ് റൂൾ ഒബേ ചെയ്യുന്നുണ്ടോ നമ്മൾ അസൂലിൻ്റെ കേസിലും നാഫ്തലിൻ്റെ കേസിലും മാത്രം ചെക്ക് ചെയ്താൽ മതി. സോ ഇവിടെ അസൂലിൻ്റെയും നാഫ്തലിൻ്റെയും സ്ട്രക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, രണ്ടും സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അവിടെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, അറേഞ്ച്മെൻറ്റിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ രണ്ടും നമുക്ക് അരോമാറ്റിക് ആണോ എന്ന് മാത്രം നോക്കാം. സോ നമുക്ക് ആദ്യം അസൂളിൻ്റെ കാര്യം നോക്കാം. അസൂളിൻ്റെതിൽ മോളിക്കുലർ ഫോർമുല വരുന്നത് C10H8 ആണ്. അത് ബൈസൈക്ലിക് ആയിട്ടുള്ള ഫുള്ളി കോൺജുഗേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അത് നമ്മുടെ നാഫ്തലിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമറാണ്. രണ്ടിനും നമ്മൾ മോളിക്കുലർ ഫോർമുല സെയിം ആണെന്ന് പറഞ്ഞല്ലോ. സോ അതൊരു ഐസോമറാണ് നമ്മളുടെ അസൂളിനും നാഫ്തലിനും. സോ അവിടെ ടോട്ടൽ പൈ ഇലക്ട്രോൺസ് എത്രയാണ്, 10 ഇലക്ട്രോൺസ് ആണ്. സോ അതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കൂ, നമുക്ക് ടോട്ടൽ 5 പൈ ബോൺസ് ഉണ്ട്. ഓക്കെ, സോ പൈ ബോൺസ് 5 ആയതുകൊണ്ട് എന്താണ്, ടോട്ടൽ പൈ ഇലക്ട്രോൺസ് എത്ര വരും, 10 പൈ ഇലക്ട്രോൺസ് വരും. സോ ഇവിടെ എല്ലാ സെൻറ്ററും എന്താണ്, ഇവിടെ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്. അതുപോലെ തന്നെ സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, 4n+2 പൈ ഇലക്ട്രോൺസും ഉണ്ട്. സോ 4n+2 പൈ ഇലക്ട്രോൺസ് നോക്കുമ്പോൾ എന്താണ്, 4n+2 പൈ എന്ന് പറയുമ്പോൾ അവിടെ n നമ്പർ 2 കൊടുത്താൽ മതി. n നമ്പർ 2 കൊടുക്കുമ്പോൾ ടോട്ടൽ എത്രയായി,
പൈ ഇലക്ട്രോൺസ് 10 പൈ ഇലക്ട്രോൺസ് എന്ന് കിട്ടും. സോ അത് അരോമാറ്റിക് ആണ്. സോ ഇവിടെ സൈക്ലിക് ആണ്, പ്ലനാർ ആണ്, കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് സിസ്റ്റമാണ്, 10 പൈ ഇലക്ട്രോൺസ് ഉണ്ട്, അത് 4n+2 സിസ്റ്റമാണ് വരുന്നത്. സോ അസൂളിൻ്റെ കേസിൽ എന്താണ്, അത് അരോമാറ്റിക് ആണ്. അടുത്ത നോക്കാം നാഫ്തലിൻ്റെ കേസ്. നാഫ്തലിനും സെയിം മോളിക്കുലർ ഫോർമുലയാണ്, C10H8 ആണ്. അത് പ്ലാനാറാണ്, ബൈസൈക്ലിക് കോമ്പൗണ്ട് ആണ്, കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണ്. അതുപോലെ തന്നെ എന്താണ്, അവിടെ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലായിട്ട് പി ഓർബിറ്റലിൻ്റെ ഡീലോക്കലൈസേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് 10 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. സോ 10 പൈ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് എന്താണ്, അവിടെ പൈ ഇലക്ട്രോൺ ക്ലൗഡിൽ 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ട്, n വാല്യൂ 2 ആണ്. സോ അതുകൊണ്ട് എന്താണ്, അരോമാറ്റിക് സിസ്റ്റമാണ് നമ്മളെ നാഫ്തലിനും വരുന്നത്. ക്ലിയർ അല്ലേ? സോ ഇവിടെ അസൂളിനും നാഫ്തലിനും അരോമാറ്റിക് സിസ്റ്റമാണ്, സെയിം മോളിക്കുലർ ഫോമിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമേഴ്സ് ആണ് രണ്ടും. സോ നമ്മൾ ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി രണ്ട് മോളിക്യൂളും ഒബേ ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വൈ സൈക്ലോപെൻഡ ഡൈനൈൽ ആനിയോൺ ഈസ് അരോമാറ്റിക് വൈൽ കറസ്പോണ്ടിങ് കാറ്റയോൺ ഈസ് നോട്ട്. അതുപോലെ സൈക്ലോപെൻഡ ഡൈനിൻ്റെ കേസിൽ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, pK ഓഫ് സൈക്ലോപെൻഡ ഡൈൻ ഈസ് 15, ഡിസ്ക്രൈബ് ദ റീസൺ ഫോർ ദ ലോ pK വാല്യൂ. സോ ഇവിടെ സൈക്ലോപെൻഡ ഡൈനൈൽ ആനിയോൺ ആണ് നമ്മുടെ അരോമാറ്റിക് ആയിട്ട് വരുന്നത്. അതുപോലെ കാറ്റയോൺ അരോമാറ്റിക് അല്ല. സോ കാറ്റയോൺ അരോമാറ്റിക് അല്ലാത്തതിന് കാരണം എന്താണെന്നാണ് ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലോ pK വാല്യൂവിന് കാരണം എന്താണെന്നും കൂടിയാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സോ നമുക്ക് നോക്കാം. സോ ഇവിടെ സൈക്ലോപെൻഡ ഡൈനിൻ്റെയും ആനിയോൻ്റെയും കാറ്റയോൻ്റെയും സൈക്ലോപെൻഡ ഡൈൻ്റെയും സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ സ്ട്രക്ചർ നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കൂ. സോ ഇവിടെ ഈ കേസിൽ കാർബൺ 5 കാർബൺ ഉണ്ടല്ലോ. സോ 5 കാർബണിൽ ഇവിടെ 4 കാർബണും ഇവിടെ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇവിടെ ഒരു കാർബൺ സെൻറ്റർ മാത്രം നോക്കൂ, ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. അവിടെ കാർബൺ നമുക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇനി ഒരു വാലൻസി അല്ലേ ഉള്ളൂ. സോ അവിടെ ഹൈഡ്രജൻ പ്ലേസ് ചെയ്യാം. സോ ഇവിടെ ഒന്നുണ്ട്, സോ അവിടെയും ഒരു ഹൈഡ്രജൻ. ഇവിടെ എന്താണ്, sp2 ഹൈബ്രിഡൈസ് ആകുമ്പോൾ 3 സിഗ്മ ബോണ്ടില്ലേ. സോ ലാസ്റ്റ് സിഗ്മ ബോണ്ടാണ് നമ്മളിവിടെ ഹൈഡ്രജനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താണ്, ഇവിടെ CH2 2 ഹൈഡ്രജനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ്, അവർ ഈ കാർബൺ സെൻറ്റർ മാത്രം sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. സോ നമുക്ക് നമ്മളുടെ ആ ഒരു പ്ലാനാരിറ്റി അവിടെ നഷ്ടപ്പെടും. സോ ഇതെന്താണ്, നമ്മളുടെ ആദ്യം സൈക്ലോപെൻഡ ഡൈൻ എന്താണ്, അത് നോൺ അരോമാറ്റിക് ആണ്. അതായത് അവിടെ ഹക്കൽസ് റൂളിലുള്ള പ്ലാനാരിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സോ എന്താണ്, അത് നോൺ അരോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റമാണ് വരുന്നത്. സോ ഇവിടുത്തെ രണ്ടാമത്തേൽ നോക്കൂ, കാറ്റയോൻ്റെ കേസിലും ഇവിടെ 4 ഹൈഡ്രജനെ നമുക്ക് പ്ലേസ് ചെയ്യാം. സോ അവിടെ ബാക്കി ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടത്തേൽ 2 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. സോ ടോട്ടൽ 4 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അതുപോലെ ഇവിടെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് എന്താണ്, അവിടെ ഇലക്ട്രോൺസ് ഇല്ല. ഇവിടെ ഈ സെൻറ്ററിലും ഇവിടുത്തെ എല്ലാ കാർബണും sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. സോ അവിടെ എല്ലായിടത്തും p ഓർബിറ്റൽസ് അവൈലബിൾ ആണ്. പക്ഷേ ഇവിടുത്തെ ടോട്ടൽ പൈ ഇലക്ട്രോൺസ് എത്രയാണ്, 4 പൈ ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. സോ 4 പൈ ഇലക്ട്രോൺസ് ആകുമ്പോൾ എന്താണ്, അത് ആൻറ്റി അരോമാറ്റിക് സിസ്റ്റമാണ് അല്ലേ? ക്ലിയർ അല്ലേ? അതായത് 4n സിസ്റ്റമാണിത്, അതുകൊണ്ടത് അരോമാറ്റിക് ആണ്. സോ ഇവിടുത്തെ n വാല്യൂ എത്രയാണ്, n വാല്യൂ 1 ആണ്. സോ n വാല്യൂ 1 വരുമ്പോൾ 4n സിസ്റ്റമാണ് നമ്മളുടെ സൈക്ലോപെൻഡയിൽ കാറ്റയോൺ വരുന്നത്. സോ അവിടെ പോസിറ്റീവ് ചാർജ് വരുമ്പോൾ അവിടെ ഇലക്ട്രോൺസിന് കോൺട്രിബ്യൂഷൻസ് ഇല്ല, ഈ സിസ്റ്റത്തിലേക്ക് ഇലക്ട്രോൺസ് വരുന്നില്ല. സോ ഇവിടെ 2 പൈ ഇലക്ട്രോൺസിലുള്ള ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. സോ ടോട്ടൽ 4 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് അത് ആൻറ്റി അരോമാറ്റിക് സിസ്റ്റമാണ്. ക്ലിയർ അല്ലേ? സോ ഇനി അടുത്ത എന്താണ്, നമ്മളുടെ ആനിയോണിൻ്റെ കേസാണ്. സോ ആനിയോണിൻ്റെ കേസിൽ എന്താണ്, ഈ വീണ്ടും ഇവിടെയൊക്കെ ഹൈഡ്രജൻസ് ഉണ്ട്. ഇവിടെ ആനിയോൺ ആകുമ്പോൾ എന്താണ്, ഇവിടെ 2 ഇലക്ട്രോൺസിന് അവിടെ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അവിടുത്തെ p ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് അവൈലബിൾ ആയിരിക്കും. സോ ഇവിടെ ടോട്ടൽ പൈ ഇലക്ട്രോൺസ് എത്ര ഉണ്ട്, ഇവിടെ 2 ഡീലോക്കലൈസേഷനിൽ വരുന്ന ഈ 2 ഇലക്ട്രോൺസ്. അപ്പോൾ സോ ടോട്ടൽ ഇവിടെ 6 പൈ ഇലക്ട്രോൺസ് ഡീലോക്കലൈസേഷനിൽ ഇൻവോൾവഡ് ആണ്. സോ അതുകൊണ്ട് എന്താണ്, ഈ സിസ്റ്റം എന്താണ്, അരോമാറ്റിക് സിസ്റ്റമാണ്. സോ ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ സൈക്ലോപെൻഡ ഡൈനൈൽ ആനിയോൺ ആണ് ഇവിടുത്തെ അരോമാറ്റിക് ആയിട്ട് വരുന്നത്. കാറ്റയോൺ അരോമാറ്റിക് ആവാത്ത കാരണം നമ്മളെ പൈ ഇലക്ട്രോൺസിലുള്ള ഡിഫറൻസ് കൊണ്ടാണ്. സോ നമ്മൾ ആനിയോണിൽ 6 പൈ ഇലക്ട്രോൺസ് അവൈലബിൾ ആണ്, അതുകൊണ്ട് അത് അരോമാറ്റിക് ആണ്.
കാറ്റയോണിൻ്റെ കേസിൽ അവിടെ 4 പൈ ഇലക്ട്രോൺസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടത് ആൻറ്റി അരോമാറ്റിക് സിസ്റ്റമാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ സൈക്ലോപെൻറ്റാഡൈൻ അതിൻ്റെ pKa വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ആദ്യം നമുക്ക് സൈക്ലോപെൻറ്റാഡൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ നമ്മുടെ സൈക്ലോപെൻറ്റാഡൈൻ. അവിടെ കാർബൺ സെൻറ്ററിൽ ഈ സെൻറ്റർ എന്താണ് sp3 ആണ്, ഇവിടെ sp2 ആണ്, sp2 ആണ്. സോ ഇവിടെ നമ്മളത് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ sp2 അല്ലേ, സോ ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, 2 ഹൈഡ്രജൻസ് ഉണ്ട്. സോ ഈ pKa വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന എന്താണ്, എത്ര ഈസി ആയിട്ട് H+ റിലീസ് ചെയ്യും എന്നുള്ളതിൻ്റെ ആ ഒരു എഫിഷ്യൻസീനല്ലേ നമ്മൾ pKa വാല്യൂ പറയുക. സോ ലോ pKa വാല്യൂ എന്ന് പറയുമ്പോൾ സ്ട്രോങ്ങർ ആസിഡ് എന്നല്ലേ. സോ നമ്മൾ സൈക്ലോപെൻറ്റാഡൈനിൽ നിന്ന് H+ റിമൂവ് ചെയ്ത് പോകുക എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടുത്തെ ഈ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടല്ലേ പോവുക, അതായത് H+ ആയിട്ടാണ് പോകുന്നത്. സോ അവിടെ ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്നില്ല. സോ നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയായിട്ട് മാറും, ഇവിടുത്തെ ഡബിൾ ബോണ്ടിനൊന്നും ചേഞ്ച് വരുന്നില്ല, ഇവിടെ ഒരു H ഉണ്ടായിരിക്കും, പിന്നെന്താണ് അവിടെ നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ സൈക്ലോപെൻറ്റാഡൈനിൽ ആനിയോൺ ആണ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ആനിയോൺസ് ജനറേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇവിടുത്തെ ടോട്ടൽ പൈ ഇലക്ട്രോൺസ് എത്രയായി, 6 പൈ ഇലക്ട്രോൺസ് ആയില്ലേ. അതായത് ഓൾറെഡി ഇവിടെ ഡബിൾ ബോണ്ടിൽ ഇലക്ട്രോൺസ് ഉണ്ട്, ഈ കാർബണിലുള്ള നെഗറ്റീവ് ചാർജിലുള്ള 2 ഇലക്ട്രോൺസ് കൂടി നമ്മുടെ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സോ ടോട്ടൽ 6 പൈ ഇലക്ട്രോൺസ് ആയി. സോ ഇവിടെ സൈക്ലോപെൻറ്റാഡൈനിൽ നിന്ന് H+ റിലീസ് ചെയ്താൽ ഇതൊരു അരോമാറ്റിക് സിസ്റ്റം ആവും. ഓക്കെ, സോ അരോമാറ്റിക് സിസ്റ്റം ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോളിക്യൂൾസ് ശ്രമിക്കുക. സോ അരോമാറ്റിക് സ്റ്റെബിലൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു H+ അതിന് ഈസി ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അരോമാറ്റിക് സ്റ്റെബിലൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഒരു H+ റിലീസ് ചെയ്യാൻ പറ്റും. സോ നമ്മളുടെ സൈക്ലോപെൻറ്റാഡൈനിൽ നിന്ന് ഒരു H+ റിലീസ് ചെയ്താൽ അതൊരു അരോമാറ്റിക് സിസ്റ്റമായിട്ട് കൺവേർട്ടഡ് ആവും. സോ അങ്ങനെ കൺവേർട്ട് ആകുമ്പോൾ അതിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും. അതായത് അരോമാറ്റിക് സ്റ്റെബിലൈസേഷൻ കൊണ്ട് ആ സിസ്റ്റം മോസ്റ്റ് സ്റ്റേബിൾ ആവും. സോ അതുകൊണ്ട് അത് H+ ഈസി ആയിട്ട് റിലീസ് ചെയ്യും. സോ ഈസി ആയിട്ട് H+ റിലീസ് ചെയ്യുന്നവർ സ്ട്രോങ് ആസിഡ് ആയിരിക്കും, അവർക്ക് ലോ pKa വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മളെ സൈക്ലോപെൻറ്റാഡൈൻ ഈസി ആയിട്ട് H+ റിലീസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ആൻറ്റി അരോമാറ്റിക് കോമ്പൗണ്ട്സ്, ഗിവ് 2 എക്സാമ്പിൾ. ഇതും 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളോട് ആൻറ്റി അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഹക്കൽസ് റൂൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആൻറ്റി അരോമാറ്റിക് സിസ്റ്റത്തിൽ എങ്ങനെയാണ്, അവർ സൈക്ലിക് ആയിട്ടുള്ള സിസ്റ്റമാണ്, പ്ലാനാർ ആയിട്ടുള്ളതാണ്, കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. പക്ഷേ അവർക്ക് എന്താണ് 4 and 5 ഇലക്ട്രോൺസ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. സോ അതെന്താണ്, ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. സോ അൺസ്റ്റേബിൾ ആയിട്ടുള്ള 4 and 5 ഇലക്ട്രോൺ സിസ്റ്റമുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ആൻറ്റി അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുക. അവിടെ ശ്രദ്ധിക്കേണ്ട ക്രൈറ്റീരിയസ് എന്താണ്, ഇവിടെ സൈക്ലിക് ആയിരിക്കും, പ്ലാനാർ ആയിരിക്കും, കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡും ആയിരിക്കും, അവിടെ 4 and 5 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് എക്സാമ്പിൾ വരുന്നത് നമ്മുടെ സൈക്ലോപെൻറ്റേനിൽ കാറ്റയോൺ ആണ്. സോ സൈക്ലോപെൻറ്റേൻ കാറ്റയോണിൽ എങ്ങനെയാണ്, അവിടുത്തെ ഡബിൾ ബോണ്ട് നോക്കാം. ഇവിടെ 2 ഡബിൾ ബോണ്ട്സ് ആണ് ഉള്ളത്. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് എന്താണ്, ഇവിടെ ഇലക്ട്രോൺസ് ഇല്ല. സോ ടോട്ടൽ ഇലക്ട്രോൺസ് നോക്കൂ, 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്, 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സോ അതെന്താണ് 4 and 5 ഇലക്ട്രോൺസിൻ്റെ അണ്ടറിലല്ലേ വരിക. എൻ വാല്യൂ എന്താണ്, എൻ വാല്യൂ 1 ആണ്. സോ ടോട്ടലി 4 പൈ ഇലക്ട്രോൺസ്. ഇവിടുത്തെ കേസിലോ നമ്മൾ സൈക്ലോബ്യൂട്ടാഡൈൻ്റെ കേസിലും 4 പൈ ഇലക്ട്രോൺസ് ആണ്. 4 ഇലക്ട്രോൺസ്, അതായത് നമ്മുടെ 4n പൈ ഇലക്ട്രോൺസ് ആണുള്ളത്. സോ എൻ വാല്യൂ ഇവിടെയും 1 ആണ്. സോ ഇതെന്താണ്, അരോമാറ്റിക് സിസ്റ്റമാണ്, ഡീസ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി കുറഞ്ഞിട്ടുള്ള സിസ്റ്റമാണ് നമ്മുടെ സൈക്ലോപെൻറ്റാഡൈനും അതുപോലെ സൈക്ലോബ്യൂട്ടാഡൈനും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിച്ച് ഈസ് മോർ ബേസിക്, പൈറോൾ ഓർ പിരിഡിൻ, ജസ്റ്റിഫൈ. സെയിം രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് മോർ ബേസിക്, പിരിഡിൻ ഓർ പൈറോൾ, ഡ്രോ ദ സ്ട്രക്ചേഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. 2 മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ പിരിഡിൻ്റെയും പൈറോളിൻ്റെയും നമ്മളുടെ സ്ട്രക്ചർ വെച്ചിട്ട് മോർ ബേസിക് ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം. സോ ബേസിസിറ്റി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ബേസ് എപ്പോഴും എന്താണ്, ബേസ് ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്യും, ഇലക്ട്രോൺ ഡോണേഴ്സാണ് ബേസ്. സോ ഏതിനാണോ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺ പെയർ ഉള്ളത് അത് ഈസി ആയിട്ട് ഡൊണേറ്റ് ചെയ്തിട്ട് അവർ ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ നമുക്ക് പിരിഡിൻ്റെയും പൈറോളിൻ്റെയും കേസിൽ എന്താണ്, എവിടെയാണ് ഫ്രീ ഇലക്ട്രോൺസ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയാൽ
അതാണ് ഇവിടുത്തെ മോർ ബേസിക് ആയിട്ടുള്ള നമ്മുടെ മോളിക്യൂൾ എന്ന് വരുന്നത്. സോ നമ്മുടെ പിരിഡിൻ്റെ കേസിൽ 5 കാർബൺസും sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ നൈട്രജനും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. കാർബണും നൈട്രജനും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. സോ അവിടെ എന്താണ് 3 സിഗ്മ ബോണ്ട് ഫോം ചെയ്യാലോ, അതുപോലെ ഒരു p ഓർബിറ്റൽസും അവൈലബിൾ ആയിരിക്കും. സോ ഇവിടെ നൈട്രജൻ്റെ കേസിൽ നോക്കൂ, നൈട്രജൻ ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ജനറേറ്റ് ചെയ്തു. അതുപോലെ എന്താണ് ഇവിടെ ഒരു p ഓർബിറ്റലും അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ്. സോ ഈ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ് നൈട്രജൻ്റെ ലോൺ പെയർ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഈ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും എന്താണ് ഒരു ഇലക്ട്രോൺസ് അവൈലബിൾ ആണ്. അതുപോലെ ഓരോ കാർബണിൻ്റെ ഓരോ p ഓർബിറ്റലിലും ഇലക്ട്രോൺസ് അവൈലബിൾ ആണ്. സോ ഈ ഡീലോക്കലൈസേഷൻ ഈ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസിൻ്റെ അല്ലെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ റിങ്ങിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ അലൈൻ ചെയ്തിട്ടുള്ള p ഓർബിറ്റൽസിൻ്റെ ഡീലോക്കലൈസേഷൻ വഴിയാണ് നമുക്കവിടെ അരോമാറ്റിക് സ്റ്റെബിലൈസേഷൻ വരുന്നത്. സോ ഇവിടുത്തെ ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? അടുത്ത 5 കാർബൺ ഉണ്ട്, അവിടെ 5ലും ഓരോ ഇലക്ട്രോൺസ്. അതുപോലെ നൈട്രജൻ്റെ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിലും ഒരു ഇലക്ട്രോണ്. സോ ഫൈനലായി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 pi ഇലക്ട്രോൺസ് ആണ് അവിടെ ഉണ്ടാവുക. സോ ഇവിടെ എന്താണ് 4n+2 റൂള് ഒബേ ചെയ്യുന്നുണ്ട്. സോ അതെന്താണ് അരോമാറ്റിക് സിസ്റ്റമാണ് അല്ലേ? സോ നമ്മുടെ പിരിഡിൻ അരോമാറ്റിക് സിസ്റ്റമാണ്. ഇനി നമുക്ക് പൈറോൾ നോക്കാം. പൈറോൾ 5 മെമ്പേർഡ് റിങ്ങിൽ നൈട്രജൻ അവൈലബിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. സോ അവിടെ 4 sp2 കാർബണുണ്ട്. സോ ഇവിടെ എന്താണ് കാർബണും നൈട്രജനും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. സോ sp2 ഹൈബ്രിഡൈസ്ഡ് ആകുമ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 സിഗ്മ ബോണ്ടും അതുപോലെ ഒരു p ഓർബിറ്റൽസും ആയിരിക്കും ഉണ്ടാവുക. സോ നൈട്രജൻ്റെ കേസിൽ നോക്കൂ, 3 സിഗ്മ ബോണ്ട് ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ഒരു അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റലാണ്. സോ ഈ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള നൈട്രജൻ്റെ ഓർബിറ്റലാണ് നമ്മുടെ ലോൺ പെയർ ഓക്യുപ്പൈ ചെയ്യുന്നത്. സോ ഇവിടെ ഓൾറെഡി കാർബണിൻ്റെ കേസിൽ 4 കാർബണിൻ്റെ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ വെച്ചിട്ടുണ്ട്. സോ ഇവിടെ ഡീലോക്കലൈസേഷനിൽ അപ്പോൾ എന്ത് വരും? ഇവിടുത്തെ ഡീലോക്കലൈസേഷൻ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള ഓർബിറ്റൽസ് തമ്മിലുള്ള ഡീലോക്കലൈസേഷൻ അല്ലേ? സോ ഈ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 pi ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് ഇവിടെ ഓരോ കാർബണിൽ നിന്നും ഓരോ ഇലക്ട്രോൺസ്, അതുപോലെ നൈട്രജൻ്റെ അടുത്ത് നിന്ന് 2 ഇലക്ട്രോൺസ്. അപ്പോൾ ടോട്ടലി 6 ഇലക്ട്രോൺസ് ആയി. അതുകൊണ്ട് ഇതെന്താണ് അരോമാറ്റിക് ആണ് പൈറോളും. ക്ലിയർ അല്ലേ? സോ 2 സിസ്റ്റം. സോ പിരിഡിനും പൈറോളും അരോമാറ്റിക് സിസ്റ്റംസ് ആണ്. രണ്ടും അരോമാറ്റിക് ആണെന്നാണ് നമുക്ക് ഹക്കൽസ് റൂളിൻ്റെ റൂൾസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ അത് ശരിയാണ്, രണ്ടും അരോമാറ്റിക് ആണ്. ഇനി നമുക്ക് രണ്ടും ബേസ് ആണോ നോക്കാം. ഏതിനാണ് ബേസിസിറ്റി കൂടുതൽ എന്നാണ് നോക്കേണ്ടത്. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ബേസിസിറ്റി എന്താണ്? ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന എബിലിറ്റീനെയാണ് നമ്മൾ ബേസിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഏതിനാണ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ലോൺ പെയർ ഉള്ളത് അതായിരിക്കും ബേസിസിറ്റി കൂടുതലുള്ള സിസ്റ്റം വരിക. സോ ഇവിടുത്തെ നോക്കൂ, ഇവിടെ പിരിഡിൻ്റെ കേസിൽ പിരിഡിൻ്റെ ഇലക്ട്രോൺസ് ഇവിടെ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ പൈറോളിൻ്റെ കേസിൽ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താണ് പിരിഡിനായിരിക്കും ഇവിടെ മോർ ബേസിക് ആവുക. ലെസ് ബേസിക് ആയിട്ടുള്ളത് പൈറോളോ ആയിരിക്കും. കാരണം ഇവിടെ ഫ്രീ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട് പിരിഡിൻ്റെ കേസിൽ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്. ഈ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസ് ഒരിക്കലും ഡൊണേഷന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിരിക്കില്ല. സോ അവർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡീലോക്കലൈസേഷനിൽ ഉള്ളത് കൊണ്ട് ഇലക്ട്രോൺസ് അവൈലബിൾ ആവില്ല. പക്ഷേ അതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള ഈ ഒരു ഓർബിറ്റിൽ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിലുള്ള ഈ ഇലക്ട്രോൺസ് ഡൊണേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സോ പിരിഡിനായിരിക്കും മോർ ബേസിക് വരിക. ക്ലിയർ ആണല്ലോ? സോ ഈ വീഡിയോ കാർഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.